ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊടുക്കൂ, വാങ്ങിക്കോളൂ. എന്റെ ദൈവമേ, ഈ വിവാഹം നടക്കരുതേ, ഈ വിവാഹം നടക്കല്ലേ. നമുക്ക് ഋതികയൊന്ന് പോയി കണ്ടാലോ അമ്മേ? വേണ്ട മോളെ, അമ്പയ്യ മാഡം അവിടെ ഉണ്ടെന്നല്ലേ യാമിനി മാഡം പറഞ്ഞത്. ഇനി നമ്മൾ അവിടേക്ക് പോയി അതിഷ്ടപ്പെടാതെ അമ്പയ്യ മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ഈ വിവാഹം യാമിനി മാഡം പറഞ്ഞതുപോലെ നീട്ടിവെച്ചാ മതിയായിരുന്നല്ലേ അമ്മേ? നീ എന്നെ മിണ്ടാതിരിക്കും പ്രിയേ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയട്ടെ, എന്നിട്ട് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം. അമ്മ എന്താ ഈ പ്രാർത്ഥിക്കുന്നത്? നിന്റെ ഇഷ്ട ദൈവം ആരാ? കൃഷ്ണൻ. എങ്കിലേ നീ ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു 101 തവണ ഈ വിവാഹം മുടങ്ങണേന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച വിവാഹം മുടങ്ങും അമ്മേ? നമുക്കിപ്പോ പ്രാർത്ഥിക്കല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. എനിക്ക് പ്രാർത്ഥിക്കേ. ശരി അമ്മേ. ഈശ്വര ഭഗവാനെ, പാവം ഞങ്ങളുടെ ഹൃദയ മോളെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. പത്മാവതി മാഡം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈശ്വര, മാഡത്തിന് വല്ല ആപത്ത് സംഭവിച്ചാവോ? എല്ലാം ഒരുക്കിയിട്ട്. ശേഖരൻ സാറ്, മുഹൂർത്ത സമയം തുടങ്ങിയല്ലോ. അതെ, ശരിയാണല്ലോ. ശേഖര കുഞ്ഞെ, മുഹൂർത്തത്തിന് സമയമായി, ചെക്കനെ വിളിച്ചോളൂ. ശരി തിരുമേനി. ശേഖരൻ സാറ്, ഋതിക മാഡത്തിന്റെ മുഖത്തെ പാടുകള് നമുക്ക് വിവാഹം നീട്ടിവെക്കാനാവോ? നമുക്ക് നോക്കാൻ വേണം കേട്ടാ. എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ടെൻഷനില്ല ഞാനും. ആ, ചെക്കനോടൊപ്പം വർമ്മസാറിനെയും വിളിച്ചോളൂ. ശരി തിരുമേനി. അമ്മേ, ദേവൻ വരുന്നുണ്ട്. വാ. നടക്ക. വരൻ അമ്മയുടെ അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. എന്റെ അല്ല, ആദ്യം അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കേ. അമ്മാവാ. അമ്മേ. ചെല്ല്. ആ, ഇനി ചെക്കൻ ഇരുന്നോളൂ. ചേച്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പ്രതാപ. ഹരി മുല്ലപ്പൂമാല വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. യാമിനിയോട് ഋതികയുടെ മുഖം മാല കൊണ്ട് മറയ്ക്കാൻ പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. അല്ല, ദീപകിന്റെ മുഖം എന്താ മറയ്ക്കാതെ? കാണുന്നവർക്ക് രണ്ടാളുടെ മുഖം മറച്ചില്ലെങ്കിൽ അരോചകമായി തോന്നില്ലേ? ഇല്ല പ്രതാപ, ദീപകിന്റെ ഏതോ നോർത്ത് ഇന്ത്യക്കാരൻ കൂട്ടുകാരന്റെ വിവാഹവും ഇങ്ങനെയായിരുന്നു എന്ന്. അവിടെ പെണ്ണിന്റെ മുഖമാണ് പൂക്കൾ കൊണ്ട് മറച്ചിരുന്നേന്നാ അവനും അവന്റെ ഫ്രണ്ട്സും പറഞ്ഞത്. അവിടെയെല്ലാം ഓക്കെ അല്ലേ? എല്ലാം നോക്കിക്കോളേ. എടാ, അവനെവിടെ? ആര്? രാജു എവിടെയെന്ന് അറിയില്ല മാഡം. പുറത്തെന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് ഹരി പറഞ്ഞു വിട്ട് കാണും. എന്നാലും ഒരു ശ്രദ്ധ വേണം. എപ്പോഴാ എന്താ അവൻ ചെയ്യാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. കെട്ട് കഴിയുന്നത് വരെ അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നോക്കിക്കോണം. അത് ഞങ്ങൾ ഏറ്റു മാഡം. എന്താ ചേച്ചി? ഏയ്, നമ്മള് മണ്ഡപത്തിലാണല്ലോ, അപ്പൊ വരുന്ന ഗസ്റ്റുകളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവരോട് ഞാൻ പറയുകയായിരുന്നു. എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല. അതുകൊള്ളാം.
മുഹൂർത്തത്തിന് സമയമായി. മുഹൂർത്തം കഴിഞ്ഞു പോയാലേ ഇനി നമ്മളെല്ലാം കെട്ട് കാണും. ആ ഇവിടെ നിന്നാ മതി, കൂടുതൽ മുന്നോട്ട് തള്ളിക്കയറി വരണ്ട. വന്നെന്താ കുഴപ്പം? അളിയ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇവന്മാരെ കൊണ്ട് വലിയ ഇടകയറായില്ല അളിയ. ഇതെന്താ പെണ്ണ് മുഖം മറച്ചിരിക്കുന്നത്? അംബിക ചേച്ചിയുടെ തീരുമാനത്തിൽ നടക്കുന്ന വിവാഹമല്ലേ? എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളുടെ ഭാഗമായിരിക്കും ഈ മുഖം മറയ്ക്കുന്നതൊക്കെ. ചില നാട്ടിലെ കല്യാണമൊക്കെ ഇങ്ങനെയാ, ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. ആണോ? അതെന്നേ. പത്മാവതി മാഡം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഈശ്വര. മാഡത്തിന് വല്ല ആപത്ത് സംഭവിച്ചാവോ? എല്ലാത്തിന്റെ മുഖം കണ്ടില്ലേ? മനസ്സിൽ ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായിട്ടുള്ള നിങ്ങളുടെ ഈ മുഖം കാണുമ്പോഴാ അംബികയ്ക്ക് ഏറ്റവും ഹരം. കൊടുക്കൂ, വാങ്ങിക്കോളൂ.